നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ കേരളത്തിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭാ സ്പീക്കർ എൻ ഷംസീറും മന്ത്രിമാരും ചേർന്ന് രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറെ സ്വീകരിച്ചു. നാളെ രാവിലെ 10:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, മുൻപ് ഗവർണർക്ക് യാത്രയയപ്പ് നൽകാതെ സർക്കാർ പ്രതിഷേധിച്ചതാണ്. ഇപ്പോൾ പുതിയ ഗവർണർ വരുമ്പോൾ ഈ ഗവർണറെ ഹൃദ്യമായി തന്നെ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ പ്രതീക്ഷകളും സർക്കാരിനുണ്ട് പുതിയ ഗവർണർ വരുമ്പോൾ എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? മറ്റു വിവരങ്ങൾ എന്താണ്? പ്രവൃത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഗവർണർ സർക്കാർ പോര് കണ്ട കാലമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റേത്. ഒടുവിൽ അദ്ദേഹം കേരളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ പോലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അദ്ദേഹത്തിനെ യാത്ര അയക്കാൻ പോയിരുന്നില്ല. പക്ഷേ പുതിയ ഗവർണർ സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ RSS അനുഭാവിയാണെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ RSSന്റെ നേതാവായിരുന്ന ആളാണ് പുതിയ ഗവർണറായി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ രാജേന്ദ്ര ഹാർലേക്കറിനെ ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ സ്വീകരിച്ചത്. സ്പീക്കറും മറ്റ് മന്ത്രിമാരും ആ സ്വീകരണ ചടങ്ങിൽ ഉണ്ടായിരുന്നു. നാളെ രാവിലെ 10:30 രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. ഗോവ സ്വദേശിയായ ഹാർലേക്കർ BJP രൂപം കൊണ്ട് 1980 മുതൽ പാർട്ടിയുടെ ഭാഗമാണ്. BJP ഗോവ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം പല അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലും ഗോവയിൽ തന്നെ അദ്ദേഹം നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ SC ആൻഡ് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2015 ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഹാർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈ മാസത്തിൽ ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി നിയമിതരായി. 2023 ഫെബ്രുവരിയിൽ ബീഹാറിന്റെ 29ാമത് ഗവർണറായും അദ്ദേഹം നിയമിതരായിട്ടുണ്ട്. ഏതായാലും ഹാർലേക്കർ കേരളത്തിലേക്ക് വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച മുൻവിധികളില്ലാത്ത തരത്തിലേക്കുള്ള നിലപാട് എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അപ്പോഴും നിർണായകമായ പല കാര്യങ്ങളും പല കടമ്പകളും ഉണ്ട്. പ്രത്യേകിച്ച് ജനുവരി 3-ാം വാരം നിയമസഭ തുടങ്ങും. പുതിയ വർഷത്തെ സഭ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുക. പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ്. മാത്രമല്ല ഉപലോകായുക്തമാരുടെ നിയമനത്തിലും ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനമെടുത്തിരുന്നില്ല. അക്കാര്യത്തിലടക്കം എന്തായിരിക്കും പുതിയ ഗവർണറുടെ നിലപാട് എന്നുള്ളത് ശ്രദ്ധേയമായി മാറും. അതിനുശേഷം രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ച ശീതയുദ്ധം, അക്കാര്യത്തിലും ഏതെങ്കിലും തരത്തിൽ അന്യായം ഉണ്ടാകുമോ എന്നുള്ളതും സുപ്രധാനമായ കാര്യമാണ്. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ കേരളത്തിലെത്തി.